സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വെറുതെ വണ്ടി എടുക്കൽ തന്നെയാണ് പണി. എന്താ സംഭവം വെച്ചാൽ നമ്മൾ വേറെ വണ്ടികളൊക്കെ സെയിലിനിട്ടിരിക്കുന്നു ഗൈസ്. സെയിലിനിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതപ്പോൾ സെയിലിനിട്ടിരിക്കുന്നത് വെച്ചാൽ നമ്മളെ BMR ആണ്. നമ്മുടെ ഗ്രാൻഡ് BMR ഗരുഡ. അത് നമ്മൾ ഇതുവരെ വീഡിയോയിൽ റിവീൽ ആക്കിയിട്ടില്ല, പക്ഷേ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സെയിലിന് ഇട്ടിരിക്കുന്നത്. സ്റ്റാലിനെ കൊടുക്കുന്നില്ല, ഒരു ബസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് കുറച്ച് ഫണ്ടിന് ആവശ്യമുണ്ട്. നമ്മുടെ പുതിയ ബസ്സൊക്കെ വരാനുണ്ട്, ഒരു 34 സീറ്റിൻ്റെ 2 ബസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് മാത്രം. എന്നാലാണ് ഫണ്ട് കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നെന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. വണ്ടി എടുക്കാൻ ഇപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫുള്ളുള്ളത് 45 സീറ്റും 49 സീറ്റിൻ്റെയും വണ്ടികളാണ്. നമുക്ക് ചെറിയ വണ്ടിയൊന്നുമില്ല. നമുക്കപ്പോൾ ചെറിയ ട്രിപ്പൊക്കെ വന്നാൽ നമുക്ക് കിട്ടാറില്ല. കൂടുതലും നമ്മൾ വേറെ ആൾക്കാർക്കാണ് കൈമാറാറുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ വണ്ടി എടുക്കാനാണെന്ന്. അപ്പോൾ നമ്മൾ ഏതാ വണ്ടി എടുക്കുന്നത് വെച്ചാൽ നമ്മൾ അർബാനിയാണ് എടുക്കുന്നത്. ഫോഴ്സിൻ്റെ അർബാനി, അതാണ് നമ്മൾ എടുക്കാൻ പോണത്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഫ്രഷ് ഒന്നുമല്ല. ഇവിടെ എവിടെയോ നിർത്തിയിട്ടുണ്ട് പറഞ്ഞു. ഞാൻ കുറച്ച് നേരം ഇവിടെ തപ്പണു. ആൾ നിങ്ങൾ വരാൻ പറഞ്ഞു, വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് പറഞ്ഞു. അതുകൊണ്ട് വന്നാണ്. ഇപ്പോൾ അതേ കിടക്കണം ഗൈസ്, ഫോഴ്സിൻ്റെ അർബാനിയ. സെക്കൻഡ് ഹാൻഡാണ്. ഒരു 17,000 സംതിങ് എന്തോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ചെറുതായിട്ടൊരു വരയുണ്ടായിരുന്നു, അതൊക്കെ അവർ പുട്ടിയടിച്ച് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി നമുക്ക് കൈമാറിയാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങി ഗൈസ്, നമ്മൾ വാങ്ങാൻ നിൽക്കുകയല്ല, നമ്മൾ വാങ്ങി. നമ്മൾ ഇന്നലെ ഫുൾ എമൗണ്ടും കൊടുത്ത് വണ്ടി നമ്മൾ വാങ്ങി. എന്താ പറയുക, ഇതിൽ 17 സീറ്റാണ്. കോ ഡ്രൈവറിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 18 സീറ്റുള്ള വണ്ടിയാണ്. നമ്മൾ പിന്നെ ഡ്രൈവറിനെ കൂട്ടില്ലല്ലോ. അപ്പോൾ 17 സീറ്റ് വണ്ടി. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ നമ്മുടെ ഗാരേജിൽ ഇതുവരെ ഒരു 17 സീറ്റുള്ള വണ്ടി ഇതുവരെ ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തുവെന്നുള്ളൂ. വണ്ടി കാണാൻ നല്ല ലുക്കും ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വർക്ക് ചെയ്യണം ഗൈസ്. നമ്മൾ അർബാനിയ എന്നുള്ള ഗ്രില്ല് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്രില്ല് വെക്കണം. അതേപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ വർക്ക് ഉണ്ട് ഗൈസ്, ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ട്, സെറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് എടുത്ത് കാട്ടിത്തരാം. അതേപോലെ നമുക്ക് ലിപ്പ് സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ചും കൂടി ലൈറ്റ്, റിഫ്ലക്ഷൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി അനക്കിയിട്ട് കാട്ടിത്തരാം. ഫുള്ളൊന്ന് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. അപ്പോൾ അതങ്ങനെ ഡോറൊക്കെ തുറക്കാൻ പറ്റും നമുക്ക്. ബാക്കിലത്തെ ഡോറ്, അതേപോലെ സൈഡിലത്തെ 2 ഡോറ്, അതേപോലെ ഈ ഫുൾ ഡോറും തുറക്കാം നമുക്ക്. ഇതാണ് വരുന്നത് ഇൻറ്റീരിയർ. ഇപ്പോൾ കണ്ടില്ലേ, താഴെ 2 ഫയർ എക്സ്റ്റിങ്ഷർ ഉണ്ട്, ഒരു JBLൻ്റെ ഇതുണ്ട്, അതേപോലെ മേലെ കുറച്ച് സ്പീക്കറുണ്ട്, പിന്നെ മേലെ കുറച്ച് ലൈറ്റുകൾ, ഒരുപാട് ഇല്ല എന്നാലും നല്ല നീറ്റ് കണ്ടീഷനിലുള്ള ലൈറ്റുകൾ. ഇൻറ്റീരിയർ കാട്ടിത്തരാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ലൈറ്റ് ഉണ്ട്. ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ്, നല്ല ലക്ഷറി ഫീലുള്ള സീറ്റൊക്കെയാണ്. മേലെ TV കൊടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റാണ് ഗൈസ്. എന്തായാലും ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി എടുത്താണ്. അഥവാ എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഗൈസ്, 17 സീറ്റിൻ്റെയൊക്കെ ട്രിപ്പ് വരാറുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്നില്ല എന്ന് മാത്രം. കാരണം നമ്മളുള്ളത് 49 സീറ്റും 45 സീറ്റുമാണ്. നമുക്ക് അങ്ങനത്തെ ട്രിപ്പ് വന്നതിന് നമ്മൾ വേറെ ആൾക്കാർ കൈമാറി ചെയ്യുക. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു വണ്ടി ആയപ്പോൾ ഇതേമാതിരി ചെറിയ ട്രിപ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും നോക്കാം ഏതുവരെ പോകുന്നു. പിന്നെ നമുക്ക് 2 പുതിയ ബസ് വരാനുണ്ട്. അതേപോലെ നമ്മൾ 2 ചേസും കൂടി എടുത്തു ഗൈസ്. ഞാൻ വീഡിയോയും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എല്ലാം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. കറക്റ്റ് എന്തൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ അതൊക്കെ. വീഡിയോ മാത്രം ചെറിയ ഡിലേ ആവാറുള്ളൂ. അപ്പോൾ ഇതന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നമ്മൾ ഒന്ന് വണ്ടി എടുക്കാമെന്നുള്ള വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി മെയിനായിട്ട് ഇപ്പോൾ വീഡിയോ വരികയാണെങ്കിൽ നമ്മുടെ ഓജസ്, നമ്മൾ ഏതാ വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ ഓജസ്സാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ തന്നെ റിവീലാക്കാം. നമ്മൾ എത്ര ബസ് എടുക്കുന്നൊന്നും പറയുന്നില്ല. ഓജസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, 34 സീറ്റ്. അപ്പോൾ അതെന്തായാലും വരട്ടെ, എന്നിട്ട് സെറ്റാകാം. അതിലിപ്പോൾ നമ്മൾ AITP ആണോ ചോദിച്ചാൽ അതിനപ്പോൾ റിവീലാക്കുന്നില്ല ഗൈസ്. ഞാനിപ്പോൾ ആ ടൈമിൽ പറയാം. കാരണം എല്ലാം ഇപ്പോൾ റിവീലാക്കി കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവില്ല. ഇപ്പോൾ ഓജസ്സാന്ന് വന്നത് തന്നെ എൻ്റെ വായിൽ നിന്ന് അറിയാണ്ട് വന്നാണ്. അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ആ 2 ബസ്, പിന്നെ പുതിയ 2 ചേസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പ്രകാശിൽ കൊണ്ട് കൊടുത്തു. പിന്നെ അത് പണി കഴിയണമെങ്കിൽ 2 മാസം കഴിയും. നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കാം. നമ്മുടെ സ്റ്റിക്കർ കടയാണ്. നമ്മൾ സ്റ്റിക്കർ അടിക്കുക പറഞ്ഞാൽ ജസ്റ്റ് നെയിമും പിന്നെ ഈ വണ്ടിക്കൊരു പേരും.
പേരൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട്. ഗ്രില്ല് കാര്യങ്ങൾ മാറ്റണം, റിഫ്ലക്ഷൻ ലൈറ്റ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റിക്കർ കട. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാറൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വർക്കിന് കയറ്റാൻ വന്നതാണ്. ഇതൊക്കെ ഇവിടെ സ്റ്റിക്കർ മാത്രമല്ല, ഡീറ്റെയിലിംഗ് കൂടി ചെയ്യുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് സ്റ്റിക്കർ കട, അപ്പുറത്തെ ഡീറ്റെയിലിംഗ്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് വേറൊന്നും ആക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ നെയിമും അടിച്ച്, പിന്നെ ഗ്രില്ലൊന്നും ഇവിടെ സെറ്റാക്കില്ല. അത് സ്റ്റിക്കർ കടയായതുകൊണ്ട് ഇവിടെ പരിപാടിയൊന്നുമില്ല. അതും സെറ്റാക്കാൻ കൊണ്ടു കൊടുക്കണം. ലേശം കുറച്ച് വർക്ക് ഉണ്ട്. എന്തായാലും വീഡിയോ കാട്ടാം. അടുത്ത വീഡിയോയിൽ ഞാൻ അർബാനിയുടെ ഇത് സെറ്റാക്കാം. ഒന്നില്ലെങ്കിൽ അത്, ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ വണ്ടിൻ്റെ റിവ്യൂലാക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതന്നെ കഴിച്ച് നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.